Hello, welcome to Jnana Learning. In the 3x3 cube solution video ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ 3x3 ക്യൂബിന്റെ ബേസിക് ആയിട്ട് ഉള്ള ട്യൂട്ടോറിയൽ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് കണ്ടതിന് ശേഷം മാത്രമേ സൊല്യൂഷൻ വീഡിയോ കാണുക, കാരണം അതിലാണ് ഫേസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ പീസസിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഇൻട്രോ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സൊല്യൂഷൻ റുബിക്സ് ക്യൂബ് സൊല്യൂഷൻ സ്റ്റേജ് 3. സ്റ്റേജ് 3 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ടോപ്പ് ഫേസ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടോപ്പ് ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ യെല്ലോ ആണ് എടുക്കുന്നത്. അപ്പോൾ ടോപ്പ് ഫേസ് കറക്റ്റ് ആവുന്നത് 2 അൽഗോരിതംസ് ആണ് വരുന്നത്. ഫസ്റ്റ് നമ്മളൊരു ടോപ്പ് ക്രോസ് ചെയ്യും, അതിനുശേഷം കോർണേഴ്സ് കറക്റ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഉണ്ടാവുക, അതായത് നമ്മളുടെ ക്യൂബ് ഏകദേശം ഇങ്ങനെയായിരിക്കും. അത് നമ്മൾ ബോട്ടം ഫേസ് കറക്റ്റ് ആയിരിക്കും, ബോട്ടം ലെയർ കറക്റ്റ് ആയിരിക്കും, മിഡിൽ ലെയർ കറക്റ്റ് ആയിരിക്കും, ഒപ്പം തന്നെ ടോപ്പ് ഫേസിൽ യെല്ലോവും കറക്റ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് സ്റ്റേജ് 3 നുള്ള സ്റ്റേജ് ആണ്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ടോപ്പ് ഫേസിനുള്ള സ്റ്റേജ് ആണ്. ടോപ്പ് ഫേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിവിടെ യെല്ലോ, അതായത് ഈ പറഞ്ഞ വൈറ്റിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ യെല്ലോ ഫേസ് ആണ് നമുക്ക് ഇനി കറക്റ്റ് ആക്കി വെക്കേണ്ടത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ സ്റ്റേജിലത്തെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ടോപ്പ് ക്രോസ് നമുക്ക് ഫോം ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഈ ടോപ്പ് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഒന്നില്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ജെ ഷേപ്പിൽ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സെന്ററിൽ ഒരു പീസ് ഒരു ലൈനായിട്ട് കിട്ടും. അപ്പൊ എങ്ങനെയാണെങ്കിലും അത് ഇങ്ങനെ പിടിച്ചതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് എന്താണ് അൽഗോരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ FRUR''U''F''. ഈ ഒരു അൽഗോരിതം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റ് ആവും. അപ്പൊ നമുക്ക് നോക്കാം. FRUR''U''F''. ഓക്കെ, ഇപ്പൊ നമുക്ക് സ്ട്രേറ്റ് ലൈൻ കിട്ടി. ഒന്നും കൂടി അത് റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ക്രോസ് ആണ് വരുത്തേണ്ടത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു യെല്ലോ ക്രോസ് ആണ് ചെയ്യേണ്ടത്. എഗെയിൻ നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യാണ്. FRUR''U''F''. ഓക്കെ, നമുക്ക് ആ ക്രോസ് കിട്ടി, കണ്ടോ? ഇതാണ് യെല്ലോ ക്രോസ്. അപ്പൊ യെല്ലോ ക്രോസ് ചെയ്യാനുള്ള അൽഗോരിതം ഞാൻ ഒന്നുകൂടി പറയാം. FRUR''U''F''. സിമ്പിൾ ആണ്. അപ്പൊ ആ ജസ്റ്റ് ആ ഒരു അൽഗോരിതം ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രോസ് കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ കോർണേഴ്സ് ഓറിയന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്തായാലും ഒരു ബോണസ് ആയിട്ട് 2 കോർണേഴ്സ് ഇവിടെ കറക്റ്റായി നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ 2 കോർണേഴ്സും കൂടെ കറക്റ്റ് ചെയ്യണം. അപ്പോഴല്ലേ നമുക്ക് ഈ ഫേസ് ഫുള്ളായിട്ട് യെല്ലോ ആവുള്ളൂ. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2-3 കേസസ് ആണ് വരുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു പീസും കറക്റ്റ് ആവാതെ വരുന്ന ഒരു കേസ് വരാം. ഇപ്പൊ ഇവിടെ 4 എണ്ണത്തിലും യെല്ലോ അല്ലാതെ വരുന്ന കേസ് ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യെല്ലോ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, അതിന് ലെഫ്റ്റ് കോർണറിലായിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം. ഇനി ഒരെണ്ണമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ടോപ്പ് കോർണറിലായിട്ട് ആ യെല്ലോ പീസ് വെക്കണം. ഇനി 2 പീസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫ്രണ്ട് കോർണറിൽ ഇവിടെ ഈ യെല്ലോ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്കൊരു അൽഗോരിതം യൂസ് ചെയ്താൽ മതി. ഏത് കേസ് ആണെങ്കിലും അൽഗോരിതം സെയിം ആണ്. RU, R''U, RU'', R''. ഓക്കെ, ഇപ്പൊ നമുക്ക് അത് ചെയ്യാം. RU, R''U, RU'', R'. ഓക്കെ, എഗെയിൻ അത് റിപ്പീറ്റ് ആയി വരും. അപ്പൊ ഇവിടെ ഒരു യെല്ലോ പീസ് വന്നു. നമ്മൾ ഇതിന് ഇവിടെ ടോപ്പ് കോർണർ ആ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒന്നും കൂടെ ചെയ്യാം. RU, R''U, RU'', R'. എഗെയിൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. RU, R''U, RU'', R'. ഓക്കെ, 3 പ്രാവശ്യം ചെയ്യേണ്ടി വന്നു. പക്ഷേ സെയിം അൽഗോരിതം ആണ്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അതിന്റെ പൊസിഷൻ നോക്കിയിട്ട് ഒരെണ്ണാണോ 2 എണ്ണാണോ അതോ ഒരു യെല്ലോ കോർണറും വന്നിട്ടില്ലേ നോക്കി അതൊന്ന് നമ്മൾ ക്യൂബ് പിടിക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. സെയിം അൽഗോരിതം ആണ്. RU, R''U, RU'', R'. ഇപ്പൊ എന്തായി? യെല്ലോ ഫേസും കഴിഞ്ഞു. അപ്പൊ നമുക്ക് വൈറ്റ് ഫേസ് റെഡിയായി, അതേപോലെ തന്നെ ഈ ലെയർ റെഡിയായി, മിഡിൽ ലെയർ റെഡിയായി, ടോപ്പ് ഫേസും കഴിഞ്ഞു. ഇനി ഒരു 8 സ്റ്റേജും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റുബിക്സ് ക്യൂബ് സൊല്യൂഷൻ ആയി.